എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 89ഉം 90ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 89ാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും 90ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്ര വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഭഗവാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ആ ഒരു ഗർത്തത്തിലെത്തിയിട്ടും അവിടെ പാമ്പിനെ കണ്ടില്ല, കാളിയനെ കണ്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് വെള്ളത്തിലൊരു അടിയടിക്കുകയും ഉറക്കെ അലറുകയും ചെയ്തു. നരസിംഹത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു സിംഹത്തിനെ പോലെ എന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ആ സമയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് തൻ്റെ ദേഷ്യം മുഴുവനും പ്രകടിപ്പിച്ചുകൊണ്ട് തീയൊക്കെ ചീറ്റിക്കൊണ്ട് ആ പാമ്പ് കാളിയൻ ഭഗവാന്റെ അടുത്തേക്ക് എത്തി എന്നാണ് പറഞ്ഞത്. 89ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയണത് നോക്കാം. ആദ്യം ശ്ലോകം ചൊല്ലാം. വമദ്ഭിരഗ്നിം നയനൈരമർഷാദ് ഉപേയുഷസ്തസ്യ നിജോപകണ്ഠം നവഃ പയോവാഹൈവാദ്രിശൃംഗം തുംഗം ഫണാമണ്ഡലമാരുരോഹ. ആദ്യം പദച്ഛേദം നോക്കാം. വമദ്ഭി അഗ്നിം നയനൈഃ അമർഷാദ് ഉപേയുഷ തസ്യ നിജോപകണ്ഠം നവഃ പയോവാഹ ഇവ അദ്രിശൃംഗം തുംഗം ഫണാമണ്ഡലം ആരുരോഹ. പാമ്പ് അടുത്തേക്ക് വന്നപ്പോഴേക്കും, കാളിയൻ അടുത്തേക്ക് വന്നപ്പോഴേക്കും ഭഗവാൻ എന്താണ് ചെയ്തത് എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. കൃഷ്ണ എന്നുള്ള വാക്ക്, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്തതെന്നാണ് പറയണത്. ആ വാക്ക് ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളത് കൂട്ടി വായിക്കുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അമർഷാദ് അഗ്നിം വമദ്ഭി നയനൈഹി. അമർഷാദ് അതികഠിനമായിട്ടുള്ള ദേഷ്യം കൊണ്ട്, ആരാണ് തൻ്റെ ഈ മേഖലയിലേക്ക്, തൻ്റെ തട്ടകത്തിലേക്ക് വന്ന് തന്നെ പോരിന് വിളിക്കണത്, തന്നോട് യുദ്ധം പ്രഖ്യാപിക്കണത് ആരാണ് എന്നുള്ള ദേഷ്യത്തോടു കൂടിയിട്ട് വളരെ വേഗത്തിൽ പാഞ്ഞെടുത്തു വരുന്ന ആ പാമ്പ്. അതുകൊണ്ട് തന്നെ ദേഷ്യം വല്ലാതെ വരുന്നുണ്ട്. അതാണ് അമർഷാദ്. അമർഷം കൊണ്ട് അഗ്നിം വമദ്ഭി, അഗ്നി പൊഴിയുന്നതായ, അഗ്നി വമിക്കുന്നതായ, അഗ്നി ചീറ്റിത്തെറിക്കുന്നതായ, അതാണ് വമനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരിക എന്നാണ് അർത്ഥം. അഗ്നിം വമദ്ഭി നയനൈഹി നിജോപകണ്ഠം ഉപേയുഷ തസ്യ. അങ്ങനെയുള്ള കണ്ണിൽ നിന്നിങ്ങനെ തീ പാറുന്നുണ്ട് ദേഷ്യം വന്നിട്ട്. അങ്ങനെ തീ പാറുന്ന നയനങ്ങളോട് കൂടിയിട്ട് നിജോപകണ്ഠം, തൻ്റെ അടുത്തേക്ക് ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് വരുന്നതായ, നിജ ഉപകണ്ഠം, ഉപകണ്ഠം സമീപം എന്നാണ്, നിജോപകണ്ഠം തൻ്റെ സമീപത്തേക്ക് പാഞ്ഞു വരുന്നതായ, ഉപേയുഷ തസ്യ അടുത്തേക്ക് ഓടി വരുന്നതായ ആ പാമ്പിൻ്റെ, ഉപേയുഷ തസ്യ സർപ്പസ്യ കാളിയസ്യ തുംഗം ഫണാമണ്ഡലം, ആ കാളിയൻ്റെ ഉയർന്നു നിൽക്കുന്ന ഫണാമണ്ഡലങ്ങളിലേക്ക്, അതായത് വലിയ പാമ്പാണ്, 1000 ഫണങ്ങളുണ്ട്, 1000 പടങ്ങളുണ്ട്, അതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചീറ്റിക്കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക്. അങ്ങനെ വരുന്ന ആ പാമ്പിൻ്റെ നെറുകയിലേക്ക്, അതാണ് തുംഗം, ഉയർന്നു നിൽക്കുന്ന. ദേഷ്യം വരുമ്പോൾ പാമ്പുകളൊക്കെ എണീറ്റ് അങ്ങോട്ട് നിൽക്കും, അവരുടെ പടം വിടർത്തുകയും ചെയ്യും. അങ്ങനെ പടം വിടർത്തിക്കൊണ്ട് തൻ്റെ അടുത്തേക്ക് ചീറ്റി വരുന്നതായ ആ പാമ്പിൻ്റെ ഉയർന്നു നിൽക്കുന്നതായ ഫണാമണ്ഡലങ്ങളിലേക്ക്, ഫണാമണ്ഡലം, ഫണ എന്ന് പറഞ്ഞാൽ ഫണം എന്നതിന് അർത്ഥം, ഫണ എന്ന് വാക്ക്, അതായത് പടം എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ പത്തി എന്ന് പറയും. പത്തി വിടർത്തി നിൽക്കുമ്പോൾ അതിൻ്റെ പത്തിയിലേക്ക്, പത്തികൾ ധാരാളം ഉണ്ട്, അതാണ് ഫണാമണ്ഡലം എന്ന് പറഞ്ഞത്. മണ്ഡലം എന്ന് പറഞ്ഞാൽ കൂട്ടമാണ്. അതിൻ്റെ മുകളിലേക്ക് നവപയോവാഹ അദ്രിശൃംഗം ഇവ ആരുരോഹ. നവപയോവാഹ, നവം എന്ന് പറഞ്ഞാൽ പുതിയതായ, പയോവാഹം മേഘം. മേഘങ്ങളൊക്കെ അല്ലെങ്കിലും പുതിയ തന്നെയല്ലേ. പഴയ മേഘങ്ങളെ നമ്മൾ കാണാറുണ്ടോ? ഇല്ല. പിന്നെ എപ്പോഴാണ് നമ്മൾ മേഘങ്ങൾക്ക് പുതുമേഘം എന്നൊക്കെ പറയണത് എന്നാണെങ്കിൽ, പെയ്യാനൊരുങ്ങി നിൽക്കണ മഴക്കാറ്, അതിനെയാണ്, പെയ്യാനൊരുങ്ങി നിൽക്കണ മേഘത്തിനെയാണ് നവം പയോവാഹം എന്ന് പറയുന്നത്, പുതുമേഘം. മേഘസന്ദേശത്തിലൊക്കെ പറയും, അന്ന് ആ പുതുമേഘത്തെ കണ്ടപ്പോൾ യക്ഷൻ്റെ മനസ്സിലാകെ അസ്വസ്ഥമായി, യക്ഷൻ്റെ മനസ്സാകെ അസ്വസ്ഥമായി എന്ന്. വെള്ളവും വഹിച്ചു വരുന്ന വലിയ വലിയ മേഘങ്ങളെയാണ് പുതുമേഘം, നവം മേഘം എന്ന് പറയണത്. അപ്പോൾ നവം മേഘം, പുതിയ മേഘം. അപ്പോൾ ആ പുതിയ മേഘത്തിന് കുറച്ചുകൂടി കറുപ്പ് നിറം കൂടും, നീല നിറമാണ്. എങ്ങനെയാണോ ഒരു നീലമേഘം അദ്രിശൃംഗത്തിലേക്ക്
ഇറങ്ങുന്നത് അല്ലെങ്കിൽ കയറുന്നത്, രണ്ടും പറയാം, കയറുമായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായത് പറന്നു വരുന്ന, താഴെ കൂടെ പറന്നു വരുന്ന ഒരു വലിയ മേഘം എങ്ങനെയാണോ അദ്രിയുടെ ശൃംഗത്തിൽ കയറി കുറച്ചു നേരം ഇരിക്കുന്നത്, അതുപോലെ അതാണ് നവപയോവാഹ അദ്രിശൃംഗം ഇവ. നീല നിറത്തിലുള്ള മഴക്കാറ് അദ്രിശൃംഗത്തിലേക്ക് എന്ന പോലെ ഭഗവാൻ ആരോഹണം ചെയ്തു. തുംഗം ഫണാമണ്ഡലം ആരുരോഹ, നല്ല ഉയർന്നു നിൽക്കുന്ന കാളിയൻ്റെ ഫണാമണ്ഡലത്തിലേക്ക് ഭഗവാൻ ചാടി അങ്ങോട്ട് കയറി. മേഘം കുന്നിൻ്റെ മുകളിൽ വന്നിരുന്നത് പോലെ, കുന്നിൻ്റെ മുകളിൽ ഏറ്റവും ഉയർന്നുള്ള തുഞ്ചത്തൊക്കെ മേഘം ചെന്നിരിക്കാറുണ്ട്, മേഘം അവിടേക്ക് ഉടക്കി പോവാറുണ്ട്. അതുപോലെ ഭഗവാൻ ആ സർപ്പത്തിൻ്റെ ഫണങ്ങളിലേക്ക് കയറി എന്നാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു ഉപമാലങ്കാരം, അനുപ്രാസവും ധാരാളമുണ്ട്. അദ്രിശൃംഗം, തുംഗം എന്നൊക്കെ പറയണം. അതുപോലെ തന്നെ അമർഷാദ്, ഉബേയുഷ എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ അക്ഷരങ്ങളുടെ ആവർത്തനം കാണാം. അപ്പോൾ ഒരു ശബ്ദാലങ്കാരം ഭംഗിയായിട്ട് പ്രയോഗിച്ചു, അതിൻ്റെ ഒപ്പം തന്നെ നല്ല സുന്ദരമായിട്ടുള്ള ഒരു അർത്ഥാലങ്കാരവും ഉപമാലങ്കാരം കൂടി പ്രയോഗിച്ചിട്ട് ഭഗവാന്റെ ആ കാളിയൻ്റെ ഫണങ്ങളിലേക്കുള്ള പ്രവേശനത്തിനെ ഒന്നുകൂടി ഭംഗിയാക്കാണ് കവി ചെയ്തത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 90ാമത്തെ ശ്ലോകം നോക്കൂ. സ്ഥിതസ്സ തസ്മിൻ ഫണചക്രവാളേ സമുജ്വലേ ശോണമണിപ്രഭാഭി അധത്തശോഭാമരവിന്ദനാഭ സഹസ്രഭാനോരിവ മണ്ഡലസ്ഥ. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. ഭഗവാനെ തന്നെ ഒന്നുകൂടി വർണ്ണിക്കുകയാണ് ചെയ്യണത്. സ്ഥിത സ തസ്മിൻ ഫണചക്രവാളേ സമുജ്വലേ ശോണമണിപ്രഭാഭി അധത്ത ശോഭാം അരവിന്ദനാഭ സഹസ്രഭാനോ ഇവ മണ്ഡലസ്ഥ. ഇവിടെയും ഭ എന്നുള്ള അക്ഷരത്തിൻ്റെ ആവർത്തനം ധാരാളമായിട്ട് കാണാനുണ്ട്. ശബ്ദാലങ്കാരം, അനുപ്രാസം കാണുന്നുണ്ട്. പദേഷു പാദേഷു വർണ്ണ ആവർത്തനം, വർണ്ണ വക്രത അല്ലെങ്കിൽ വർണ്ണ അനുപ്രാസം എന്നൊക്കെ പറയും. ഓരോ പദങ്ങളിലും അല്ലെങ്കിൽ പാദങ്ങളിലും വാക്കുകളിലും വരികളിലുമൊക്കെ അക്ഷരങ്ങൾ ആവർത്തിച്ചാൽ അതൊക്കെ ശബ്ദാലങ്കാരമാണ്. ഇവിടെ 3ാമത്തെ വരിയിൽ അധത്ത ശോഭാം അരവിന്ദ നാഭ സഹസ്രഭാനോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അക്ഷരങ്ങളുടെ ആവർത്തനം കാണാം. ഭഗവാന്റെ ആ വീരരസം, കാളിയൻ്റെ ഭണങ്ങളിൽ അങ്ങനെ നിന്ന് ജ്വലിക്കുന്ന ഭഗവാന്റെ സ്വഭാവം, വീരരസം, വീരസ്വഭാവം, പ്രതാപമൊക്കെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് കവി അങ്ങനത്തെ സമസ്ത പദങ്ങളും ഇത്തരത്തിലുള്ള അക്ഷരങ്ങളും ഒക്കെ ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഭഗവാൻ കാളിയൻ്റെ ഭണങ്ങളിലെത്തിയപ്പോൾ അതാണ് പറയണത്. ശോണമണിപ്രഭാഭി സമുജ്വലേ ഫണചക്രവാളേ തസ്മിൻ സ്ഥിതസ്സ. ശോണമണിപ്രഭാഭി, ശോണം എന്ന് പറഞ്ഞാൽ ചുവന്ന മണി എന്ന് പറഞ്ഞാൽ പവിഴം പോലെയുള്ളതായിട്ടുള്ള രത്നങ്ങൾ, നല്ല തിളക്കമുള്ള ധാരാളം പ്രഭ ചൊരിയുന്നതായിട്ടുള്ള അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാഗങ്ങളുടെയൊക്കെ ശിരസ്സിൽ രത്നമുണ്ട് എന്നൊരു സങ്കല്പമുണ്ട്, അതിനനുസരിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അത് പഴയ കവികളൊക്കെ പറയും, അതിലൊക്കെ രത്നങ്ങളുണ്ട്. ആ രത്നങ്ങളിൽ നിന്നൊക്കെ വെളിച്ചം, അതുപോലെ മഴവില്ലിൻ്റെ ശോഭയൊക്കെ പുറത്തേക്ക് വരും. ഈ ഫണങ്ങളിലുള്ള രത്നങ്ങളിൽ നിന്നുള്ള പ്രഭ ചൊരിഞ്ഞിട്ട്, പ്രഭയുടെ ശക്തി കൊണ്ട് ചുറ്റുപാടും വെളിച്ചമുണ്ടാവുന്നു എന്നും മഴവില്ലിൻ്റെ കാന്തി ഉണ്ടാവുന്നു എന്നൊക്കെ കാളിദാസൻ വരെ പറഞ്ഞിട്ടുണ്ട്. രത്നഛായാ വ്യതികരൈവ പ്രേക്ഷ്യമേതത് പുരസ്താദ് വൽമീകാഗ്രാത് പ്രഭവതി ധനുഷ്ഖണ്ഡമാഖണ്ഡലസ്യ എന്ന് പറയുമ്പോൾ, വൽമീകാഗ്രം എന്ന് പറഞ്ഞാൽ സർപ്പപ്പുറ്റ്, പാമ്പിൻ പുറ്റ്. ആ പാമ്പിൻ പുറ്റിൻ്റെ ഉള്ളിൽ നിന്നും പാമ്പിൻ്റെ ശിരസ്സിലുള്ള മണികളിൽ നിന്നും ശോഭ പുറത്തേക്ക് വരുന്നത് കൊണ്ട് അത് ആ മേഘമേ നിൻ്റെ അടുത്തേക്ക് വലിയൊരു മഴവില്ല് തെളിഞ്ഞു വരുന്നു എന്ന് മേഘസന്ദേശത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പാമ്പുകളുടെ ശിരസ്സിലൊക്കെ മണികളുണ്ട് എന്നുള്ളതൊരു പഴയ വിശ്വാസമാണ്. അതെടുക്കാൻ വേണ്ടി പോകുന്ന വീരനായകന്മാരുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ പഴയ കാലത്തെ പഴങ്കഥകളിലെയൊക്കെ ചില വിഷയങ്ങളാണ്. ഇവിടെയും പക്ഷേ അതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയാണ് പറയണത്. ശോണമണിപ്രഭാഭി, ശോണമണിയുടെ പ്രഭകളെ കൊണ്ട് സമുജ്വലമായിരിക്കുന്ന, നന്നായി തിളങ്ങി നിൽക്കുന്നതായ ഫണചക്രവാളെ, ഈ കാളിയൻ്റെ ഭണങ്ങളുടെ സമൂഹങ്ങൾ മുഴുവനും അതിലുള്ളതായ രത്നങ്ങളുടെ വെളിച്ചം കൊണ്ട് തിളങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഭഗവാൻ നിൽക്കണതെന്നാണ് പറയണത്. ആ ഭണചക്രവാളത്തിൽ, തസ്മിൻ ഫണചക്രവാളെ സ്ഥിതസ്സ, അങ്ങനെ നിൽക്കുന്നവനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ മഹാവിഷ്ണു
എന്തുപോലെ ആയി തീർന്നു എന്നാണ് ഇവിടെ പറയണത്. അതാണ് സ്ഥിതസ അരവിന്ദനാഭ. അരവിന്ദനാഭൻ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു എന്ന് തന്നെ പറയണം. അരവിന്ദം നാഭിയിലുള്ളവൻ, അതാണ് അരവിന്ദനാഭ. വ്യധികരണ സമാസമാണ്, വ്യധികരണ ബഹുവ്രീഹി. അരവിന്ദം നാഭൗ യസ്യ സ അരവിന്ദനാഭ. അപ്പോൾ അങ്ങനെയുള്ള ഫണചക്രവാളത്തിൽ ഉള്ളതായ രത്നങ്ങളുടെ ശോഭ കൊണ്ട് അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഭഗവാൻ ആരെ പോലെയായി എന്നാണ് വർണ്ണിക്കുന്നത്. സഹസ്രഭാനോഹോ മണ്ഡലസ്ഥ ഇവ ശോഭാം അധത്ത. സഹസ്രഭാനോഹോ മണ്ഡലസ്ഥ, സഹസ്രഭാനുവിൻ്റെ മണ്ഡലത്തിൽ നിൽക്കുന്ന. സഹസ്രഭാനു സൂര്യനാണ്. ഭാനു എന്ന് പറഞ്ഞാൽ കിരണം. സഹസ്രഭാനു ആയിരക്കണക്കിന് കിരണങ്ങളുള്ളവൻ സൂര്യൻ. സൂര്യൻ്റെ മണ്ഡലം എന്ന് പറഞ്ഞാൽ സൂര്യനെ ഒരു മണ്ഡലാകാരത്തിൽ വൃത്താകാരത്തിലാണല്ലോ കാണുന്നത്. അപ്പോൾ സൂര്യൻ്റെ മണ്ഡലത്തിൽ നിൽക്കുന്നവനായ, സൂര്യമണ്ഡലത്തിൽ സൂര്യൻ്റെ ആ ഗോളത്തിൽ നിൽക്കുന്നവനായ അരവിന്ദനാഭനെ പോലെ. അപ്പോൾ ശ്രീകൃഷ്ണൻ കാളിയൻ്റെ ഫണങ്ങളിലുള്ള രത്നങ്ങളുടെ ശോഭ കൊണ്ട് തിളങ്ങുന്ന ഭഗവാൻ സൂര്യമണ്ഡലത്തിൽ നിൽക്കുന്ന അരവിന്ദനാഭനെ പോലെ, പത്മനാഭനെ പോലെ ശോഭിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണനെ പോലെ തന്നെ ശോഭിച്ചു എന്നാണ് പറയണത്. രണ്ടും നിൽക്കുന്ന സ്ഥലങ്ങളുടെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ. അതായത് രണ്ട് സ്ഥലങ്ങളിലാണ്. ഒന്ന് കാളിയൻ്റെ ഫണചക്രവാളത്തിലാണ്, മറ്റൊന്ന് സൂര്യബിംബത്തിലാണ്. രണ്ട് ദിക്കിലും ഒരേപോലെ തേജസ്വിയാണ് ഭഗവാൻ. അപ്പോൾ എങ്ങനെയാണോ ഭഗവാൻ സൂര്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിയൻ്റെ ഫണചക്രവാളങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്. ഒരേ ആൾ തന്നെയാണ്. അതാണ് ഇവിടെ പറയണത്. വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, അഭിന്ന കർത്തൃകോപമ. സാധാരണ സൂര്യനെ പോലെ ശ്രീകൃഷ്ണൻ തിളങ്ങിയെന്നോ അല്ലെങ്കിൽ ചന്ദ്രനെ പോലെ ഭഗവാന്റെ മുഖം ശോഭിച്ചു എന്നൊക്കെ പറയാറുള്ളതെങ്കിലും ഇവിടെ അങ്ങനെയല്ല പറയണത്. സൂര്യമണ്ഡലത്തിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനെ പോലെ അല്ലെങ്കിൽ വിഷ്ണുവിനെ പോലെ കാളിയൻ്റെ ഭണങ്ങളിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണൻ ശോഭിച്ചു. ഒരേ ആൾ തന്നെയാണ്, രണ്ട് ദിക്കിലാണ് നിൽക്കുന്നത് എന്നേ ഉള്ളൂ. അങ്ങനെ വർണ്ണനകളൊക്കെ വരാറുണ്ട് എന്ന് പറഞ്ഞിട്ട് പല ഉദാഹരണങ്ങളും വ്യാഖ്യാതാവ് കൊടുക്കുന്നുണ്ട്. രഘുവംശത്തിൽ ഒരു ശ്ലോകം ഇവിടെ പറയുന്നുണ്ട്. രക്ഷ്യാമി വൈദേഹസുതാം പുരസ്താദ് സമുദ്രനേമിം പിതുരാജ്ഞയേവ. പിതു ആജ്ഞയ, അച്ഛൻ പറഞ്ഞിട്ട് എപ്രകാരമാണോ ഞാൻ ഭൂമിയെ സമുദ്രനേമിയായിട്ടുള്ള സമുദ്രമതിർത്തിയായിട്ടുള്ള ഭൂമിയെ ത്യജിച്ചത്, അതേപോലെ തന്നെ വൈദേഹസുതയെ ഞാൻ ത്യജിച്ചു അല്ലെങ്കിൽ ത്യജിക്കും. ത്യക്ഷ്യാമി, ഞാൻ ത്യജിക്കാൻ പോവുകയാണ്. ഒന്ന് മുൻപ് നടന്നത്, പിന്നെ അതായത് രണ്ടാമത്തേത് സീതയെ ത്യജിക്കുക എന്നുള്ളത് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. രണ്ടും ചെയ്തത് ശ്രീരാമൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ അഭിന്ന കർത്തൃകമായിട്ടുള്ള ഉപമയാണ് വരുന്നത്. മുമ്പ് എങ്ങനെയാണോ ഞാൻ ചെയ്തത് അതേപോലെ തന്നെ എന്ന് പറയണത് പോലെ ഭഗവാൻ എങ്ങനെയാണോ സൂര്യമണ്ഡലത്തിൽ ശോഭിച്ചത് അതേപോലെ തന്നെ കാളിയൻ്റെ രത്നമണ്ഡലത്തിൽ ശോഭിച്ചു എന്ന് പറയുകയാണ് ചെയ്യണത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. വമദ്ഭിരഗ്നിം നയനൈരമർഷാൻ ഉപേയുഷസ്തസ്യ നിജോപകണ്ഠം നവഃ പയോവാഹൈവാദ്രിശൃംഗം തുംഗം ഫണാമണ്ഡലമാരുരോഹ സ്ഥിതഃ സ തസ്മിൻ ഫണചക്രവാളേ സമുജ്വലേ ശോണമണിപ്രഭാഭി അധത്തശോഭാമരവിന്ദനാഭഃ സഹസ്രഭാനോരിവ മണ്ഡലസ്ഥ. അങ്ങനെ ഭഗവാന്റെ ആ നിൽപ്പാണ്, കാളിയൻ്റെ ഫണങ്ങളിലുള്ള നിൽപ്പാണ് ഇവിടെ വർണ്ണിച്ചത്. അടുത്ത ശ്ലോകങ്ങളിൽ മറ്റു വിഷയങ്ങൾ, നൃത്തത്തിനുള്ള പുറപ്പാടൊക്കെ വർണ്ണിക്കും. രണ്ട് സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.